ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ലബനിലെ ഹോളി വാലിയിൽ കനബിൻ എന്ന് പറയുന്നൊരു മോണസ്ട്രി ഉണ്ട്. അവിടെ മെന്നോസ് എന്ന് പറയുന്ന ഒരു സന്യാസി മങ്ക, അയാൾക്കെതിരെ ഗൗരവമായ ആരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചു. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അയാളാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. സമൂഹത്തിന് ഇയാളെ പുറത്താക്കുന്നു. ഈ കുഞ്ഞിനെ വളർത്തേണ്ട ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. അത്രയും ഈ ആശ്രമം പ്രിയപ്പെട്ടതായതുകൊണ്ട് ഇയാൾ ഈ ആശ്രമത്തിൻ്റെ പ്രമിസ് വിട്ടുപോകാനായിട്ട് താല്പര്യപ്പെട്ടില്ല. അതിൻ്റെ തന്നെ കൽപ്പടവുകളിലിരുന്ന് ഭിക്ഷയാചിക്കാൻ തുടങ്ങി. വളരെ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടു, കുഞ്ഞിനെ വളർത്തി. ഒരു ദിവസം ഈ മെന്നോസ് മരിക്കുന്നു. ആശ്രമമായിട്ട് അത്രയും അറ്റാറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് അയാളെ മോണസ്റ്റിൽ അടക്കാമെന്ന് സമൂഹം തീരുമാനിക്കുന്നു. കുളിപ്പിച്ച് ഈ മനുഷ്യനെ സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന സഹസന്യാസികൾ അമ്പരപ്പിക്കുന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. അയാൾ പുരുഷനെ ആയിരുന്നില്ല, അയാൾ സ്ത്രീയായിരുന്നു. ട്രാൻസ്വെസ്റ്റിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കുകയും സ്ത്രീ പുരുഷൻ്റെ വേഷം ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിനകത്ത് റെഫർ ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഇത്. ഇന്ന് ഈ സ്ത്രീ മര്യാദ മങ്കെന്ന പേരാണ് അറിയപ്പെടുക. കാത്തലിക് ഓർത്തഡോക്സ് സഭ വിശുദ്ധയായിട്ട് ഇങ്ങനെ കരുതുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീയായത്. ഗൗരവമായ ചില തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോവുകയും അത് തിരുത്താൻ പോലൊരു അവസരം കിട്ടാതെ ഈ കളം കാലിയാക്കേണ്ടിയും ചെയ്യേണ്ടി വരുന്ന ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരുടെ മധ്യസ്ഥയാണ് ഇന്ന് ഈ സ്ത്രീ. തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകുന്ന കുറേയധികം മനുഷ്യർക്കെങ്കിലും അത് തിരുത്താനുള്ള ഊഴം കിട്ടുന്നില്ല. അതിൽ തന്നെ അവർ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. മരണത്തിന് ശേഷം പോലും കാലമോ മനുഷ്യർ അവരുടെ ചിലപ്പോൾ കനിവ് കാട്ടുന്നില്ലെന്നിരിക്കും. ചിന്താവിഷ്ടയായ സീത എന്ന ഭാഷയിലെ പ്രശസ്തമായ കാവ്യം എന്താണ്? സീത തിരിഞ്ഞു നോക്കുമ്പോൾ താൻ തെറ്റിദ്ധരിച്ച ലക്ഷ്മണനെയൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നൊരു ഭാഗം അതിനകത്തുണ്ട്. ലക്ഷ്മണൻ്റെ ഉദ്ദേശശുദ്ധി ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്തെന്നുള്ളത് സീതയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. തെറ്റിദ്ധരിച്ചും തെറ്റിദ്ധരിക്കപ്പെട്ടുമൊക്കെ ആയിരുന്നു ഈ ജീവിതം മുമ്പോട്ട് പോയത്. റാഷമൺ എന്ന് പറഞ്ഞൊരു റാഷമൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. ക്രോസോവയുടെ റാഷമൺ എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ നിന്നാണ് ആ പദം രൂപപ്പെടുക. ഒരു കൊലപാതകം നടക്കുന്നു. അത് കണ്ടുവന്ന് കരുതുന്ന, കണ്ടുവന്ന് ശഠിക്കുന്ന 4 പേര് സാക്ഷികൾ. 4 പേരും പറയുന്ന വിശദീകരണങ്ങൾക്ക് പരസ്പരം ഒരു ബന്ധവുമില്ല. ഇവരാരും കള്ളം പറയുന്നത് നമ്മൾ ധരിക്കുന്നില്ല. അതറിയാം, അവർ കണ്ടുവന്ന് തന്നെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾവിക്കാരനുണ്ടാക്കുന്ന വല്ലാത്ത ആശയക്കുഴപ്പമുണ്ട്. ഏതാണ് ശരി, ആര് പറയുന്നത് ശരി? കണ്ടുവെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് മീതെ പോലും തീർപ്പ് കൽപ്പിക്കാനാവാത്ത റാഷമൺ ഇഫക്റ്റുള്ള ലോകത്തിനകത്ത് എനിക്ക് തോന്നുന്നില്ല അധികം പേരുടെ ജീവിതമൊക്കെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ കടന്നു പോകുമെന്ന്. അത് നമ്മൾ ഈ ജീവിക്കുന്നതിന് കൊടുക്കേണ്ടി വരുന്ന കപ്പമാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനകളൊന്നാണ് ഈ പറഞ്ഞ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒന്ന്, തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്ന ഒന്ന്. അതിനെത്ര ബ്രോഡായിട്ട് നമ്മൾ വിസ്തരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കാതലെന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു. വല്ലാത്ത കനലി ചവിട്ടുന്ന കണക്കൊരു അനുഭവം നമുക്കിത്. കാരണം നമ്മളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ഗുഡ് വില്ല് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻറ്റൻഷൻ എപ്പോഴും ക്വാളിറ്റിയാണ് നമ്മൾ കരുതുന്നുണ്ട്. പക്ഷേ അതല്ല. ഈ കാര്യത്തിൽ നിങ്ങളുടെ ഉദ്ദേശം അതല്ല, ഈ ഇടപെടൽ നിങ്ങളുടെ ഉദ്ദേശം അതല്ല, നിങ്ങളുടെ നോട്ടത്തിൻ്റെ ഉദ്ദേശം അതല്ല. ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളുടെ പട്ടിക നീണ്ടുകൊണ്ടേയിരിക്കുക. മനുഷ്യർ വല്ലാതെ വിഷമിക്കുന്ന, വല്ലാതെ ചവിട്ടിപ്പോകുന്ന ഒരു കനലിൻ്റെ പേരാണ് ഈ തെറ്റിദ്ധാരണ. വേദപുസ്തകം മുഴുവൻ നമുക്ക് അതുമായി ബന്ധപ്പെട്ട മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ വഴിതെളിക്കുന്ന, അതിനകത്ത് നമുക്ക് പ്രകാശിച്ചിരുന്ന മനുഷ്യരുണ്ട്. ജോസഫിൻ്റെയൊക്കെ കഥ എന്താണ്? ഒരു കരം അയാളിലേക്ക് നീളുകയാണ്. ആ കരം തട്ടിമാറ്റി അയാൾ പുറത്തേക്ക് പോവുകയാണ്. അന്തഃപുരത്തിൻ്റെ ഉള്ളിൽ നടക്കാവുന്ന ഒരു ചെറിയ കൗതുകത്തിന് നിന്ന് വഴുതി മാറി ഇങ്ങനെ കുതറി ഓടിപ്പോയ ഈ ചെറുപ്പക്കാരൻ പിന്നീട് അതേ സ്ത്രീയെ ആക്രമിച്ചെന്ന് പറഞ്ഞ ആരോപണമാണ് നേരിടുന്നത്. അങ്ങനെയാണ് ജോസഫ് തടവിലാന്നൊക്കെ നമുക്കറിയാം. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ദാവീദിനെ നമുക്കറിയാം. ദാവീദിന് തൻ്റെ രാജാവെന്ന് പറയുന്നത്, തനിക്ക് പുതിയൊരു ഉയിര് കൊടുത്ത രാജാവെന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. എന്നിട്ടും ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഈ സാവൂള് ദാവീദിൽ കുറേ കൂടി ഷെയ്ഡുള്ളൊരു മനുഷ്യനായിട്ടാണ് കരുതുക. ഇയാളുടെ മുഴുവൻ ഇടപെടലുകളും
ഇയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ മുഴുവൻ സൽപ്പേരും തനിക്കുള്ള ഭീഷണിയായിട്ടൊക്കെയാണ് സൗൾ കരുതുക. അങ്ങനെ ആ പഴയ നിയമത്തിനകത്തെ ഈ തെറ്റിദ്ധാരണയുടെ കഥാപാത്രങ്ങളൊന്നും പുതിയ നിയമത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളുമായിട്ട് നോക്കുമ്പോൾ തീരെ അടുത്ത് വരുന്നില്ല. അത് യേശുവാണ്. അടിമുടി തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യൻ. ഫ്രം വൂം ടു ടൂംബ്. നമുക്കറിയാം, പിറവി പോലും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പലയിടങ്ങളിലും യേശുവിനെ വിശേഷിപ്പിക്കുന്നൊരു വാക്ക് മേരിയുടെ മകൻ എന്നാണ്. അതിങ്ങനെ മേരിക്കുള്ള വാഴ്ത്തൊക്കെ ആയിട്ട് ചെല്ലെങ്കിലുമൊക്കെ കരുതുന്നുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു വാക്ക് ഇതാണ്: അച്ഛനാരും നിശ്ചയമില്ലാത്ത ഒരാളെന്ന നിലയിലാണ് ഈ കുഞ്ഞ് നമ്മുടെ ചരിത്രത്തിലേക്ക് വരിക. ഉടനീളം തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. പരിശുദ്ധത്തിലൊക്കെ ഈശോ കടന്നു പോയിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. പരിസേർ അവനെ തെറ്റിദ്ധരിക്കുന്നു, സദുക്കേർ അവനെ തെറ്റിദ്ധരിക്കുന്നു, അവൻ്റെ കാലം അവനെ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഈ തെറ്റിദ്ധാരണകളൊക്കെ ഒരു പക്ഷേ ഒരാൾക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ വരാനിരിക്കുന്നത് സ്വന്തം വീടിനകത്തു നിന്നാണ്. യേശുവിൻ്റെ കഥയെ കഠിനമാക്കുന്നത്, യേശു കടന്നുപോയ തെറ്റിദ്ധാരണയെ ഏറ്റവും മൂർച്ചയുള്ളതാക്കി മാറ്റുന്നത് അവനവൻ്റെ ഉറ്റവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നുള്ളതാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അവൻ്റെ സഹോദരന്മാർ അവർ ഭ്രാന്തെന്ന് തന്നെ കരുതുകയാണ്. എഡിസനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടെന്നൊരു കാര്യമുണ്ട്. എഡിസൺ ആ ബൾബ് കണ്ടുപിടിക്കുന്നതിനിടയിൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, ഫിലമെൻ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു മൂലകം കണ്ടുപിടിക്കുന്നതിനിടയിലേക്ക് വന്ന് ഈ മനുഷ്യന് ഈ ഭക്ഷണമില്ലാതെയാകുന്നു, ഉറക്കമില്ലാതെയാകുന്നു. ഇപ്പോൾ ഉറ്റവരാക്കാലങ്ങളിൽ ഈ കോടതിയോ പോലീസിനെയൊക്കെ പരാതിപ്പെട്ടെന്നാണ് പറയുന്നത്, ഈ മനുഷ്യൻ ഇൻസാനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് ബൾബ് കത്തിക്കുമ്പോൾ ഈ വെളിച്ചം വീഴുമ്പോൾ എഡിസിനെ വെറുതെ ഒന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി. പക്ഷേ ഈ മനുഷ്യനെ ഇയാളുടെ കാലം കരുതിയത് ഏറ്റവും ഇൻസെയിനായൊരു മനുഷ്യനായിട്ടാണ്. ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുമെങ്കിൽ ഇതിനെ ഒരു 1000 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ യേശുവിനെക്കുറിച്ച് നമുക്ക് പിടുത്തം കിട്ടുള്ളൂ. അതിൻ്റെ കാലം നിശ്ചയമായിട്ടും ഇയാൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇയാളുടെ ഇടപെടലുകൾ, ഇയാളുടെ നിലപാടുകൾ, ഇയാളുമൊത്ത് ചേരുന്ന ചെറുപ്പക്കാരുടെ ഇൻറ്റൻഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ വലിയ സ്കെപ്റ്റിക്കലായിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവന് ഭ്രാന്തെന്ന് കരുതി അവനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. ഉറ്റവരല്ല. നമുക്കറിയാം, ഏത് വ്രണവും ഉണങ്ങാ വ്രണമാകുന്നത് അത് ഉറ്റവരിലും സംഭവിക്കുമ്പോഴാണ്. ശത്രു ഒരു കുന്തം നിങ്ങൾക്ക് എതിരെ എറിഞ്ഞാൽ പോലും നിങ്ങളത് താങ്ങും. പക്ഷെ ഉറ്റവരുടെ നഖപ്പാടുകൾ പോലും ഇങ്ങനെ തീരാവ്രണമായിട്ട് മനുഷ്യൻ കൊണ്ട് നടക്കും. അപ്പോൾ അടുത്തിരുന്നവരിൽ നിന്ന് കിട്ടിയ പരുക്കുകൾ, അടുത്തിരുന്നവർ തെറ്റിദ്ധരിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് യേശു തന്നെ. ഇതുമാത്രം സൗഹൃദങ്ങളാണ് തെറ്റിദ്ധാരണയുടെ ആ ഒരു കല്ലിൽ തട്ടി വല്ലാതെ നീലിച്ചും കനത്തും പോയത്. എന്തുമാത്രം ഇങ്ങനെ ദാമ്പത്യ ജീവിതമാണ് തകർന്നു പോയത്. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ വേഷത്തിലൂടെ കടന്നു പോകാത്ത ഒരാളും എൻ്റെ കേൾവിക്കാരില്ലെന്ന് തോന്നുന്നു. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഈ തെറ്റിദ്ധാരണയെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു പുസ്തകത്തിനകത്ത് ഡീലിംഗ് വിത്ത് ടഫ് സ്റ്റഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ആശയം വരുന്ന ശീർഷകമുള്ള പുസ്തകത്തിനകത്ത് പറയുന്നത് എങ്ങനെയാണ്: ഒന്ന് ലളിതമായിട്ടൊരു 3 കാര്യങ്ങൾ ചോദിക്കണം. ആരാ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്? പുറത്തുള്ളൊരു ലോകമാണെങ്കിൽ, നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇമോഷണൽ അറ്റാച്ച്ഡ് അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കതിനെ ഈസിയായിട്ട് ബൈപ്പാസ് ചെയ്യാം. നമ്മൾ പറയുന്ന കണക്ക് ഇങ്ങനെ നമുക്ക് കുടത്തിൻ്റെ വായ മൂടിക്കെട്ടാൻ പറ്റും, മനുഷ്യരുടെ വായ ഒരിക്കലും മൂടിക്കെട്ടാൻ പറ്റില്ല. അതൊരു പക്ഷേ ഈ മനുഷ്യാവസ്ഥയുടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കണക്ക് ഇങ്ങനെ മനുഷ്യാവസ്ഥയുടെ ഒരു കപ്പം കൊടുക്കലിൻ്റെ ഭാഗമാണ്. എന്നാൽ ഉറ്റവർ നിങ്ങളെ തിരിച്ചരിക്കുമ്പോൾ അത്രയും കാലസ് ആകാനായിട്ട്, അത്രയും ഇൻസുലേറ്റ് ആകാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് അവരൊത്തുള്ള നിലനിൽപ്പേ സാധ്യമാവില്ല. അവരൊത്തുള്ള യാത്രയെ നമ്മുടെ മുമ്പോട്ടുള്ള കാര്യത്തിനകത്ത് ഉതകുകയുള്ളൂ. അപ്പോൾ ആര് തെറ്റിദ്ധരിക്കുന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. സ്വാഭാവികമായിട്ട് ഈ സ്പീക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും തുറന്ന് പറഞ്ഞാൽ തീരാത്തൊരു കാപ്പിക്കപ്പിന് മീതെ പറഞ്ഞു തീരാത്ത തെറ്റിദ്ധാരണകളൊന്നും അധികമില്ലെന്ന് ഞാൻ കരുതുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഈ സംഭാഷണം മുറിഞ്ഞു പോകുമ്പോഴാണ്, സംഭാഷണമുള്ള സാധ്യത അടയുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണ ഇങ്ങനെ വല്ലാതെ കടുത്ത് നീലിച്ചു പോകുന്നത്. അപ്പോൾ ഒന്ന് ആര് എന്നുള്ളതൊന്ന് സോർട്ട് ചെയ്താൽ നല്ലതാണ്. പിന്നെ എന്തെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഈ തെറ്റിദ്ധാരണ എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മുടെ തന്നെ ഒരു അബദ്ധമാണെങ്കിലോ. നമുക്കൊക്കെ ഒരു ഈ പറയുന്നൊരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പിടുത്തം കിട്ടാത്തതെന്നാൽ അവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്ന നമ്മുടെ ഒരു സ്വഭാവ പ്രത്യേകതയോ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലായ്മയുടെയൊക്കെ പേരാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുക. കാറൊക്കെ ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും, റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഒരു സ്പോട്ട് കാണാൻ പറ്റത്തില്ല. ഈ ക്യാമറകൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. ഏതോ ഒരു സ്പോട്ടിൽ നിൽക്കുമ്പോഴേക്കും നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ക്യാമറയ്ക്ക് പറ്റത്തില്ല. അത് കണക്ക് ഇങ്ങനെ പലപ്പോഴും സ്വയം കാണാൻ പറ്റാത്തൊരു ബ്ലൈൻഡ് സ്പോട്ടായിരിക്കാം ഈ തെറ്റിദ്ധാരണയുള്ള വെളിപ്പെട്ട് കിട്ടുന്നത്. ആ അർത്ഥത്തിൽ വാസ്തവം നമുക്ക് അവരോട് കരുണ തോന്നേണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തെറ്റിദ്ധരിക്കാമായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടലിന് അങ്ങനെ ഒരു ഷെയ്ഡുണ്ട്. മൂന്നാമതായിട്ട്
ഈ വാട്ടെന്ന് പറഞ്ഞ സംഭവം. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇത് ഏതെങ്കിലും തരത്തിൽ കുറേ കൂടി മനുഷ്യരുടെ സഹാനുഭൂതിയോട് വീക്ഷിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? പലപ്പോഴും ഈ തെറ്റിദ്ധാരണയിലൂടെ കടന്നുപോയ മനുഷ്യർ അവരതിൻ്റെ വേദന കൊണ്ട് നടക്കുന്നതിനോടൊപ്പം അവരും ഇങ്ങനെ മനുഷ്യരെയൊക്കെ തെറ്റിദ്ധരിക്കുന്നു പറയുന്നത് എന്തൊരു ഐറണിയാണ്. ഇന്ന് നിങ്ങൾ കടന്നുപോയൊരു പെയിനിലൂടെ നാളെ എത്ര സാഹചര്യങ്ങളുണ്ടെങ്കിലും ഒരാളെ തെറ്റിദ്ധരിക്കില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും സർഗാത്മകമായ ക്രിയേറ്റീവായിട്ടുള്ള പ്രതലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതലത്തിനകത്ത് നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ദിവസമൊക്കെ പറയുന്ന കണക്ക് എല്ലാം നന്മയ്ക്കാൻ വേണ്ടി പരിണമിക്കുന്നുണ്ട്. എല്ലാം നന്മയ്ക്ക് വേണ്ടി പരിണമിക്കുന്നുണ്ടെങ്കിൽ കടന്നുപോയ തെറ്റിദ്ധാരണകളും വാസ്തവത്തിൽ നന്മയ്ക്ക് വേണ്ടി തന്നെ പരിണമിക്കണം. ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു കഠിനകാലത്തെ കുറെ അടക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. കുറച്ചൊരു ഫിലോസഫിയും കുറച്ചൊരു ഫെയ്ത്തും ഒരു പക്ഷേ കുറേ കൂടി എലഗൻ്റായിട്ട് ഈ ദിനങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മളെ സഹായിച്ചെന്നിരിക്കും. മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ ഒരു ചെറിയൊരു വേട്ടനായ ഉണ്ടെന്നൊക്കെയാണ് പറയുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് പിന്നാലെ ചേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വഭാവം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തിൽ മനുഷ്യൻ ഇങ്ങനെ വേട്ടക്കാരനായിരുന്നു. സഹസ്രാബ്ദങ്ങൾ മുമ്പോട്ട് പോയിട്ടും മറ്റെല്ലാ കാര്യങ്ങളും ടൈം ചെയ്തിട്ടും അവൻ്റെ ഉള്ളിലെ വേട്ടയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇനിയും തുരുമ്പ് പിടിച്ചിട്ടില്ല. ചില നേരങ്ങൾ അത് ഉപയോഗിച്ചേ പറ്റും. നിങ്ങൾ വെറുതെ ഒന്ന് ചുറ്റും നിരീക്ഷിച്ചാൽ മതി. ഓരോ കാര്യങ്ങളിൽ കുറ്റാരോപിതരായ മനുഷ്യർ അതല്ലെന്ന് തെളിഞ്ഞിട്ട് പോലും അവരുടെ മീതെ സമൂഹം ചാർത്തിക്കൊടുത്ത സ്റ്റിഗ്മ അതിപ്പോഴും അതേ കണക്ക് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണത്തിനായിട്ട് കുറേ അധികം കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെയേറെ നമുക്ക് അറിയാവുന്നൊരു പോലീസ് കേസ്. അതിനകത്ത് ആരോപിക്കപ്പെട്ട ഒരാൾ അല്ലെന്ന് കോടതി വെറുതെ വിടുകയാണ്. കോടതിക്ക് സ്വാഭാവികമായിട്ട് കോടതിയുടെ ദൗത്യം എന്ന് പറയുന്നത് കുറ്റം ആരോപിക്കുക എന്നുള്ളത് തന്നെ. കുറ്റമില്ലെന്ന് തെളിയിക്കേണ്ട വാസ്തവത്തിൽ അതിനകത്ത് കുരുക്കപ്പെട്ട മനുഷ്യരുടെ ബാധ്യതയാണ്. അതുണ്ടെന്ന് അറ്റസ്റ്റ് ചെയ്യുകയാണ് അൾട്ടിമേറ്റായിട്ട് ഈ കോടതിയുടെ ഒരു സംഭവം. കാരണം അതിലോട്ടാണ് കാര്യങ്ങൾ കൂടുതൽ ചായ്വുള്ളത്. അപ്പം അങ്ങനെ ഒരു ആളെ കോടതി വിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിനകത്ത് അയാളുടെ ഒരു അൾട്ടിമേറ്റ് റിലീസാണ്. എന്നിട്ടും അയാളെ കോടതി വിട്ട വാർത്ത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് മാറുന്നില്ല. ഇപ്പോഴും അതിൻ്റെ ആരോപണങ്ങൾക്കകത്ത് ആ പേര് ഉന്നയിക്കപ്പെടുന്നു. അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് ഇങ്ങനെ ചേസ് ചെയ്യേണ്ടതുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച ആ ഒരു വിശുദ്ധയുടെ ഒരു മാധ്യസ്ഥം നമ്മളെ സഹായിക്കാൻ പോകുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും റിസോൾവ് ആയിട്ട് നിങ്ങളുടെ സൽപ്പേരൊക്കെ വീണ്ടെടുക്കപ്പെട്ടിട്ട് നിങ്ങൾ ഈ നീലഗ്രഹത്തിൽ നിന്ന് ഈ വാടകഗൃഹത്തിൽ നിന്ന് വിട്ടുപോകാൻ തോന്നുന്നില്ല. അതിനെ കുറച്ചൊരു ഫിലോസഫി എടുക്കുക എന്നുള്ളത് തന്നെ. മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ശുദ്രത എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് കിടപ്പുണ്ട്. സ്നേഹമാണ് സ്ഥായീഭാവം എന്ന് പറയുമ്പോഴും സ്നേഹമാണ് അപ്പർ ഹാൻഡ് എന്ന് എടുക്കുമെന്ന് പറയുമ്പോൾ പോലും ഇതിനെ നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് പിന്നാലെ പോവുക എന്ന് പറഞ്ഞൊരു വല്ലാത്ത നെഗറ്റീവായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് മനുഷ്യനെക്കുറിച്ച്. ഇതിങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാസ്തവത്തിൽ. കാരണം വേദപുസ്തകത്തിലൊരു വാക്കാണ് എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. മനുഷ്യ അവനിൽ വിശ്വസിച്ചു, എന്നാൽ അവൻ മനുഷ്യരിൽ വിശ്വസിച്ചില്ല. കാരണം അവരുടെ അഗാധങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവൻ അറിയാമായിരുന്നു. എനിക്കൊന്ന് വളരെ റിയലിസ്റ്റിക്കായിട്ട് സംഭവം. അത് ഒരു തരത്തിൽ അതിങ്ങനെ പഫപ്പ് ചെയ്യുന്നില്ല. ഒരു കാര്യവും ഇങ്ങനെ പതപ്പിച്ചെടുക്കുന്നില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ഇതൊക്കെ കിടപ്പുണ്ട് വാസ്തവത്തിൽ. അപ്പം അതിനൊരു മനുഷ്യനെന്ന നിലയിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു സമാധാനമുണ്ട്. ഫിലോസഫി എന്ന് പറഞ്ഞ വാക്ക് തന്നെ വാസ്തവത്തിൽ ഈ മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കുക എന്നുള്ളതാണ്. മനുഷ്യരുടെ സത്തയ്ക്ക് നിരക്കുന്ന വിധത്തിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വേണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചെന്നാൽ ഈ നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന മനുഷ്യരെ കണ്ടുപിടിക്കുക എന്നുള്ള. എല്ലാ ഇടങ്ങളിലും ഉണ്ടാകും നമുക്ക് വേണ്ടി സ്പീക്ക് ഔട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനുഷ്യർ. അവർ ചില കാര്യങ്ങൾ പറഞ്ഞും തിരുത്തിയും ചില കാര്യങ്ങൾ അങ്ങനെയല്ലെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു ഫിലോസഫിയോ ഈ ഒരു ഇൻ്റർവെൻഷനോ നമ്മൾ അൾട്ടിമേറ്റായിട്ട് സഹായിക്കാൻ പോകുന്നില്ല. ഒരു മധ്യവയസ്സിലെത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്. നമ്മുടെ ഈ കൊച്ചു വർത്താനങ്ങളോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്യൂഡോ സൈക്കോളജിയോ കുറച്ച് ഇങ്ങനെ കൺസെപ്റ്റീവ് ആവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഫിലോസഫിക്കലാകുക എന്ന് പറഞ്ഞ ഒരു ബെൻഡൊന്നും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല. വെറുതെ ഒരു ബ്ലെസ്സിങ്ങാണ്, വെറുതെ അനുഗ്രഹത്തിൻ്റെ പേരാണ്. ആ അനുഗ്രഹത്തിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചെന്നാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന കരുന്ന മനുഷ്യൻ കടന്നു പോയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചെറിയ അളവിൽ മാത്രം.
ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ പറയാൻ മാത്രം പോലും ഗ്രാവിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നത്. അയാൾ നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ച കണക്ക് ഇങ്ങനെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന നാൾ തൊട്ട് ഇങ്ങനെ മണ്ണിൽ വിശ്രമിക്കുന്നതോളം കടന്നു പോയിട്ടുള്ള തെറ്റിദ്ധാരണകൾ. അയാൾ പറഞ്ഞ ഒരു കാര്യവും അയാളുടെ കാലത്തിന് മനസ്സിലായിട്ടില്ല. നമുക്കറിയാം ഏലിയയിൽ നിന്ന് വിളിക്കുമ്പോൾ പോലും ഇവൻ ഏലിയാവിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അന്ത്യനിമിഷം നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അപ്പോൾ ഒരു ലൈഫിൻ്റെ ഒരു പോയിന്റിലും യേശു അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരു തെളിവില്ല വാസ്തവത്തിൽ. അങ്ങനെ ഉടനീളം മിസ്അണ്ടർസ്റ്റാൻഡിൽ കടന്നു പോയൊരു മനുഷ്യന് അയാൾ നമുക്ക് നമ്മളെ പിടുത്തം കിട്ടും എന്നുള്ളത് എന്തൊരു ആശ്വാസം വാസ്തവത്തിൽ. ആർക്കും പിടുത്തം കിട്ടാത്ത ഒരാളെ പിടുത്തം കിട്ടാനായിട്ട് ഒരാളുണ്ട്. അയാളുടെ പാദങ്ങളിലേക്ക് കുറേ കൂടി ഉറ്റു നോക്കുക, കുറേ കൂടി ചിന്തയെ കൺവേർജ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റ് അധികം ആശ്വാസവചനങ്ങൾ ഈ സന്ധ്യയിൽ പറയാനായിട്ടില്ല. കാലമാണ് ഏറ്റവും നല്ല ഭിക്ഷുകരൻ. കാലം വലിയൊരു സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് കാലത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് നല്ലതായിരിക്കും. കാലമെന്ന മഹാവൈദ്യനെ കുറച്ചുകൂടി ഇടപെടാനായിട്ടുള്ള ഒരു സംയമനമോ സാവകാശമോ കൊടുക്കുക എന്നുള്ളത് കൂടിയൊക്കെ പറഞ്ഞ് ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വല്ലാത്തൊരു ക്രൈസിസ് പീരീഡുണ്ട്. വ്യക്തിപരമായിട്ടും മതപരമായിട്ടും സാമൂഹ്യപരമായിട്ടും വൈകാരികപരമായിട്ടും ഒക്കെ ഒരു കൊറോണ അനന്തരകാലം എന്നൊക്കെ പറയുന്ന ഉണ്ടാക്കുന്ന വലിയ സ്ട്രെസ്സുണ്ട്. പക്ഷെ ഒരു 20 വർഷത്തിന് ശേഷം ഈ കാലം എങ്ങനെയായിരിക്കും ഓർമ്മിക്കപ്പെടുക? ഒറ്റ വാക്കിലായിട്ട് ചുരുങ്ങും, 2020 വസന്ത, 2020 പ്ലേഗ്. അതിന് മീതെ ഒരു വരി പോലും ഉണ്ടാവത്തില്ല. ഒരു മേധസ്സോ ഒരു വിശകലനമോ ഒരു അലങ്കാരമോ ഇല്ലാതെ ഈ കാലം ഓർമ്മിക്കപ്പെടും. അപ്പം കാലം ചില കാര്യങ്ങളൊക്കെ കുറേ കൂടി റിജുവാക്കും, കുറേ കൂടി ഷാർപ്പാക്കും എന്നൊക്കെയുള്ള ആ വലിയ കരുണയിൽ കൂടി വിശ്വസിച്ച് കാത്തിരിക്കാൻ കൂടി ഉള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വിചാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്നോർമ്മിക്കണം, എത്ര കാലം കാത്തിരിക്കുന്നുള്ളതല്ല, ഈ കാത്തിരിക്കുന്ന വേളയിൽ നമ്മൾ എത്ര കുലീനമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. കണ്ട ചിന്തകളെ വളരെ വേഗത്തിൽ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ സ്ത്രീയായിട്ട് കുട്ടിയുടെ അച്ഛനായി എന്ന് കരുതപ്പെട്ട ഒരു വിശുദ്ധനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ചിന്തിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ആ എക്സ്ട്രീം സ്റ്റാറ്റസേ. അപ്പോൾ ആ വിശുദ്ധ നമുക്ക് നിശ്ചയമായിട്ടും തെറ്റിദ്ധാരണകൾ കടന്നു പോയവർക്ക് വേണ്ടി മാധ്യസ്ഥം പറയുന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. റാഷമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചു. കണ്ട ഒരേ കാര്യം എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും പലരും പലതായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഈ സത്യം എന്ന് പറയുന്നത് എത്ര ആപേക്ഷികമാണ്. സത്യം ആപേക്ഷികമാകുന്നിടത്തോളം കാലം മനുഷ്യർക്ക് തെറ്റിദ്ധരിക്കപ്പെടാതെ തരമില്ല. സീതയൊക്കെ കടന്നുപോയ ദുഃഖമൊക്കെ നമ്മൾ ആമുഖ വിചാരമായിട്ട് കണ്ടു. വേദപുസ്തകത്തിലെ 2 പ്രധാന കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഒന്ന് സൂചിപ്പിച്ച് പോയത്. അത് ജോസഫാണ്, മറ്റൊന്ന് ദാവീദാണ്. പക്ഷെ ഇവരാരും യേശു എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു പോയിട്ടുള്ള ആ തെറ്റിദ്ധാരണകളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അടുത്തുപോലും വരുന്നില്ല, എങ്ങാണ്ട് കിടക്കുക. അത്രയും അടിമുടി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ പാദങ്ങളിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ വർത്തമാനം കേൾക്കുന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. ഒരു തെറ്റിദ്ധാരണകൾ കടന്നു പോകുമ്പോൾ ഒരു സെൽഫ് അനാലിസിന് വേണ്ടി ഒരു 3 ചിന്തകൾ നല്ലതാണ്. ആരാണ് തെറ്റിദ്ധരിച്ചത്? ഏറ്റവും ഉറ്റവരാണെങ്കിൽ ഈ തിരുത്തേണ്ട, അവരെ ക്ലിയർ ഔട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. 2, അവർ പറയാനായിട്ട് ശ്രമിച്ച തെറ്റിദ്ധാരണ കണ്ടന്റ് എന്താണ്? കുറച്ച് നമ്മുടെ ഒരു ബിഹേവിയറിനകത്തൊരു ഷെയ്ഡി എന്ന് പറയുന്ന തലം ഉണ്ടായേക്കാം. നമ്മുടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്താൻ വേണ്ടി ഒരു പക്ഷേ ഈ തെറ്റിദ്ധാരണ നമ്മളെ സഹായിച്ചിട്ടുണ്ടാകും. 3ാമതായിട്ട് ഇനി ഭൂമിയിൽ ഒരാളെക്കുറിച്ച് പോലും എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പോലും തെറ്റിദ്ധരിക്കില്ല എന്ന് പറഞ്ഞൊരു ഉറപ്പുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കടന്നുപോയ തെറ്റിദ്ധാരണയുടെ കാലം വല്ലാത്തൊരു സർഗാത്മകമായ കാലമായിട്ട് മാറും. അവസാനമായിട്ട് മനുഷ്യനിലുള്ള ഒരു ഫിലോസഫി അതത്ര പോസിറ്റീവല്ല, പക്ഷെ അത് വളരെ റിയലിസ്റ്റിക്കാണ്. മനുഷ്യനുള്ളിൽ എപ്പോഴും ഒരു ചെറിയൊരു വേട്ടക്കാരൻ എപ്പോഴും ഒളിച്ചു കിടപ്പുണ്ട്. അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ ചേസ് ചെയ്തേ പറ്റും. പിന്നെ എല്ലാ തെറ്റിദ്ധാരണകളും കടന്നുപോയ ആ മനുഷ്യന് നമ്മളെ പിടുത്തം കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഒടുവിലായിട്ട് കാലമെന്ന മഹാവൈദ്യനിടപെടുവോളം കുറച്ചുകൂടി സമാധാനത്തിൽ കാത്തിരിക്കാനാവും. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.